അല്ലാഹുവേ, സ്വർഗത്തിലെ ഹൂറില്ലീങ്ങളായ പെണ്ണുങ്ങളുണ്ടല്ലോ, അവരെ കുറിച്ച് നിനക്ക് പറയാനോ ചിന്തിക്കുവാനോ കഴിയുകയില്ല. അവരെ കുറിച്ച് എത്ര പറഞ്ഞാലും നിനക്ക് തിരിയുകയില്ല. സ്വർഗത്തിലൂടെ നടന്നുപോയ ഹൂറില്ലീങ്ങളിൽപ്പെട്ട ഒരു പെണ്ണിന്റെ മടമ്പങ്കാലുണ്ടല്ലോ, ആ മടമ്പങ്കാല് കണ്ടപ്പോഴാ പലരും അത്ഭുതപ്പെട്ടു പോയത്. ആ സ്വർഗത്തിലെ പെണ്ണുങ്ങൾ നിന്റെ കൂടെ ഇങ്ങനെ നടക്കുകയാണ്, നിനക്ക് ഖിദ്മത്ത് ചെയ്യാൻ, നിനക്ക് വേണ്ടത് എടുത്തു തരാൻ, നിന്നെ ഊഞ്ഞാലിന്റെ മുകളിൽ ഇരുത്തി സുഖിപ്പിക്കുവാൻ ആ സ്വർഗത്തിലെ പെണ്ണുങ്ങൾ ഇങ്ങനെ നടക്കുമല്ലോ. അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും, താരാട്ടു പാടാൻ തോഴിമാർ പലരുണ്ട്, കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട്. മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്. അതിലേക്കു നീയൊരു പാസുതാമന്നാനേ, അതു നിന്റെ പക്കൽ മാത്രമാഹന്നാനേ. ആ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നതായിരിക്കണം നിന്റെ ജീവിതത്തിലെ അഭിലാഷം, അതായിരിക്കണം മനുഷ്യ നിന്റെ ലക്ഷ്യം. അതിനു വേണ്ടിയാ നീ ജീവിക്കേണ്ടത്. സ്വർഗത്തിലേക്ക് കടന്നു പോകണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം, ഇതായിരിക്കണം നിന്റെ ലക്ഷ്യമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുമ്പോ ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ്, ഒരു സത്യവിശ്വാസിയുടെ ഉത്തരവാദിത്തമാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം സ്വർഗത്തിൽ പോകണമെന്നാണ്, മരണദാ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നാണ്. ഇതാണ് ഒരു സത്യവിശ്വാസിയുടെ ലക്ഷ്യമെന്ന് ഖുർആൻ എവിടെന്ന് പറയുമ്പോ എന്നിട്ട് അല്ലാഹു പറയുകയാ, ഒരു സത്യവിശ്വാസിയുടെ ഉത്തരവാദിത്തം തന്നെയാണ് നരകശിക്ഷയിൽ, നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുക എന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറഞ്ഞതെന്തെന്നറിയുമോ? ഈ സദസ്സിലെ നിരന്നിരിക്കുന്ന മക്കളുള്ള മാതാപിതാക്കൾ കേൾക്കാനാണ്. ഈ സദസ്സിലിരിക്കുന്ന മക്കൾ അല്ലാഹു തന്നിട്ടുള്ള മാതാപിതാക്കൾ കേൾക്കാനാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറഞ്ഞതെന്തെന്നറിയുമോ? നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം സ്വർഗമായിരിക്കണം, നരകത്തിൽ നിന്നുള്ള മോചനമായിരിക്കണം. എന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസ് വൽഹിജാറാ عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറഞ്ഞു തരികയാ, എടാ നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം സ്വർഗമായിരിക്കണം, നരകമോചനമായിരിക്കണം. എന്നിട്ട് അടുത്ത ആയത്തിലൂടെ അല്ലാഹു പറയുകയാ, ഒറ്റയ്ക്ക് പോകല്ലേ, ഒറ്റയ്ക്ക് പോകല്ലേ. നീ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് നരകത്തിൽ നിന്ന് കരകയറിയിട്ട് പോകുമ്പോ അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച മനുഷ്യനെയും കല്ലുകളെയും ഇട്ട് കത്തിക്കുന്ന നരകമുണ്ടല്ലോ, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് പടച്ചറപ്പിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകുമ്പോ നീ നിന്റെ ഭാര്യയെ കൂടെ കൊണ്ടുപോകണേ, നീ നിന്റെ മക്കളെ കൂടെ കൊണ്ടുപോകണേ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, നീ സ്വർഗത്തിലേക്ക് കയറി പോകുമ്പോ സ്വന്തം കാര്യം നോക്കല്ലേ വാപ്പ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, നീ സ്വർഗത്തിലേക്ക് പോകുമ്പോ, നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുമ്പോ സ്വന്തം കാര്യം നോക്കി പോകരുത്. പോകുമ്പോ നിന്റെ ഭാര്യയെയും നിന്റെ മക്കളെയും നീ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.